പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഞെട്ടും ഇത് കണ്ടാൽ കേട്ടോ. ഇങ്ങനെയൊക്കെ ആവുമോ എന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിക്കും. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ അസ്സലാമു അലൈക്കും, നമസ്കാരമുണ്ട് കൂട്ടുകാരെ. ചെടികളെയും പൂക്കളെയും കൃഷിയെയും സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഫാത്തിമ സമയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊന്ന് കാണിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തിട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് പരാതിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് എടുക്കാത്തതെന്ന് വെച്ചാൽ ഇന്നലെ തീരെ നോക്കിയിട്ടില്ല, ഇന്നലെ നോക്കിയിരിക്കും തോന്നുന്നുണ്ട് കുറച്ചൊക്കെ. പിന്നെ ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വരുന്ന കാരണം നോക്കിയിട്ടില്ല. നോക്കൂട്ടോ, എല്ലാവരും മെസ്സേജ് നോക്കി അതിനൊക്കെ മറുപടി തരികയും ചെടിക്ക് വേണ്ടിയിട്ട് പറയുന്നു, 10 മണിക്ക് വേണ്ടിയിട്ട് പറയുന്നല്ലോ, ഒരാളെ പോലും ഒഴിവാക്കില്ല. അങ്ങനെ ഒഴിവാക്കിക്ക് നിങ്ങൾ ഈ പിന്നെ വീഡിയോക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കമൻറ്റ് എന്തായാലും നോക്കും, കമൻറ്റും നോക്കും, വാട്സപ്പ് നോക്കും, ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നോക്കുന്നതിന് ഒരു ഇതുണ്ടല്ലോ, ഓരോ ദിവസവും നോക്കുന്നതിന്. എന്തായാലും എല്ലാവർക്കും മറുപടിയും തരും, ചെടി ചോദിച്ചവർക്ക് ചെടി തരികയും ചെയ്യും, ഒക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഒരുപാട് നല്ല നല്ല കമൻറ്റുകൾ, എന്താ പറയുക, നമുക്ക് ഒരു മോശപ്പെട്ട കൃഷിൻ്റെ ഒരു വീഡിയോ, ചെടികളെയും കൃഷിൻ്റെയും വീഡിയോ ആയതുകൊണ്ട് തന്നെ ആവും നമുക്കൊരു മോശപ്പെട്ട കമൻറ്റുകളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇനി അത് വിചാരിച്ചു നിങ്ങൾ മോശപ്പെട്ട കമൻറ്റ് ഇടാനും നിൽക്കണ്ട, അതൊക്കെയാണ്. പിന്നെ അപ്പോൾ നമുക്ക് ഇന്നത്തെ 10 മണി പൂക്കളും ഒന്ന് കാണാം. അതുപോലെ തന്നെ ഞാൻ കാണിച്ചു പൂക്കളും ഒന്ന് കാണാം. അതുപോലെ തന്നെ നമുക്ക് വീഡിയോ എന്താണെന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ വരും പോരാ, ഞാൻ കണ്ടങ്ങള്. ഇത് നമ്മള് ഈ മരങ്ങൾ കണ്ടോ, നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് ഏത് മരമാണ്, എങ്ങനെയാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കാണാൻ പറ്റും. കാണാത്തവരാണെങ്കിൽ നമ്മളെ മുമ്പത്തെ വീഡിയോ കാണട്ടോ. ഇത് നമ്മൾ ഈ ചാമ്പ മരം ഇതുപോലെ തന്നെ വലുപ്പത്തിൽ, ഈ ഒരേ വലുപ്പത്തിൽ ലെയർ ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിന്മേലിപ്പോൾ കായ ഉണ്ടാക്കി, ഇതൊന്നല്ല അതിന് കായ ഉള്ളത്, കവറിട്ട് വെച്ചാൽ നമുക്ക് ചാമ്പക്കൻ്റെ കായ കിട്ടും, അല്ലെങ്കിലൊക്കെ പാറ്റാൻ കൊണ്ടുപോകും. ചെറുത് ഇങ്ങോട്ട് ഈ പൂക്കളിൽ നിന്ന് വിരിഞ്ഞ് ചെറിയ കായ ആകുമ്പോഴേക്ക് തന്നെ പാറ്റാൻ വെച്ചേക്കൂല. അങ്ങനെയൊക്കെ പോയതാണ് കേട്ടോ. ഇമ്മൽ നിറയെ ഉണ്ടായിരുന്നു, എല്ലാം പോയി. ലാസ്റ്റ് ഞാൻ കവറിടാൻ വന്നപ്പോഴേക്ക് എനിക്ക് കിട്ടിയത് ഒരൊറ്റ കൊല മാത്രമാണ്. ആ കൊല നമ്മളിന്ന് കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഈ ലെയർ ചെയ്യാൻ, അത് മൂത്തുക്കോ ഇല്ലേ എന്നൊന്നും ഓർമ്മയില്ല. ഇത് ഏതാണ് ചാമ്പാന്നും കൂടി നമുക്ക് ഓർമ്മയില്ല കേട്ടോ. എൻ്റെ മക്കളെ ഇതൊരു സന്തോഷം, മാഷാ അല്ലാ, വല്ലാത്തൊരു സന്തോഷം തന്നെ. ഞങ്ങളിതൊന്ന് നോക്കി, ഇത് നോക്ക് എന്താല്ലേ നോക്കിയ സാധനം. ഇത് ശരിക്കും വലിയൊരു മരത്തുമേല് അങ്ങ് മേലിട്ടാണ്ടാണ്ട് സാധനം. വലിയ മരത്തിന്റെ എന്താ സംഭവം എന്നറിയോ? എന്റെ അങ്ങ് ഇൻഷാ അല്ലാ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇതിന്റെ മരങ്ങളാ. മരമുണ്ട്. എന്റെ ഉമ്മച്ചി പറഞ്ഞ ഇത് ലൈനിന്റെ ചോട്ടിലായിരുന്നു, ഞാൻ തന്നെ നട്ടുകൊടുത്ത ഒരു മരമാണ് കേട്ടോ. ഉമ്മച്ചിനെ കൊണ്ട് നടിയിച്ചതാണ്. അങ്ങനെ അത് ഇങ്ങനെ ലൈനാണ് മുകളിൽ. ഈ ലൈനിന്റെ മുകളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞ ഇത് വെട്ടി മുറിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഉമ്മക്ക് എന്തോ ഒരു വിശ്വാസമാണ്, ചെടികളോ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഞ്ഞെക്കൊണ്ട് കുഴിച്ചിടിപ്പിക്കുക, ഇഞ്ഞെക്കൊണ്ട് മുറിപ്പിക്കുക, അതൊക്കെ. അങ്ങനെ എന്നോട് പറഞ്ഞത് വെട്ടിക്കൊടുക്കാൻ പറഞ്ഞു. വെട്ടിക്കൊടുക്കാൻ പറഞ്ഞു. നീ പറിച്ചോ? അപ്പം ഞാൻ എന്ത് പറഞ്ഞെന്നറിയാം, അമ്മ ഇത് മുറിക്കണ്ട, ഞാനിത് ലെയർ ചെയ്തെടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് ലെയർ ചെയ്ത് മാവും ചെയ്തിന് കേട്ടോ. അങ്ങനെ ഒരു വെറൈറ്റി മാവുണ്ട് എൻ്റെ അങ്ങേ മുറ്റത്ത്. അപ്പം അതിലും ചെയ്തിന്, പക്ഷെ അത് വിജയിച്ചില്ല. അത് വിജയിക്കാണ്ടിരിക്കാൻ കാരണം നമുക്ക് ഇപ്രാവശ്യം മഴ കിട്ടിയില്ലല്ലോ. അങ്ങനെ ആ മഴ കിട്ടാത്തതുകൊണ്ട് ചാമ്പ് പെട്ടെന്ന് നമുക്ക് വേരടിച്ചിട്ടും, പക്ഷെ മാവും നമുക്ക് അങ്ങനെ വേരടിച്ചിട്ടില്ല. അപ്പോൾ ചാമ്പ വിജയിച്ച് 3-4 തരം വെറൈറ്റി മാവ് ചെയ്തിനും. അതൊക്കെ നനച്ചു കൊടുക്കാൻ ഞാൻ ഇവിടെയും, അത് അവിടെയാണല്ലോ, ഓലൊന്നും നനയ്ക്കൊന്നുമില്ല. അപ്പോൾ അത് എന്തായി, അതൊന്നും വിജയിച്ചില്ല. മഴ നമുക്ക് കിട്ടാത്തതുകൊണ്ട് ഇത് മാത്രം നമുക്ക് വിജയിച്ചിട്ട്. ചാമ്പക്കൊക്കെ 10-15 ദിവസം കൊണ്ട് തന്നെ വേര് വരും. ചാമ്പക്ക, നാരങ്ങ ഇതൊക്കെ പെട്ടെന്ന് വരും. അങ്ങനെ കിട്ടിയതാണ് കേട്ടോ. അപ്പം ഇനി പറിക്കുന്നോ? എന്നാ പറിച്ചു കുഴിച്ചിടാൻ എന്തായാലും പാത്തുവിനെ കിട്ടൂല, പറിക്കാനെങ്കിലും പാത്തുവിനെ കിട്ടും. കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്കുന്നാല്
ഇത് ചാമ്പക്ക ഏതാണെന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. നമുക്ക് നിങ്ങൾ അറിയുന്ന ആൾക്കാർ ഒരുപാടുണ്ടാകല്ലേ, ഈ കൃഷിയും ചെടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ നിങ്ങൾ. അപ്പോൾ ഇങ്ങക്ക് അല്ല മധുര ടേസ്റ്റ് ഉണ്ട്. സ്മെല്ല് ഇത് ഇനി മൂക്കാണ്ടോന്ന് തോന്നുന്നു. ഇനി മധുരം വെക്കൂട്ടോ. നല്ല മധുരം ഉണ്ട് കേട്ടോ. ഇത് ഏതാണ് വെറൈറ്റി എന്നുള്ള ഒന്ന് പറഞ്ഞു തരണേ നിങ്ങള് മറക്കാണ്ട്. അപ്പൊ എന്തായാലും പേരറിയൂ. അല്ല നമ്മളെന്തായാലും പറിക്കുക. എന്താന്ന് വെച്ചാല് കഴിഞ്ഞ ആഴ്ച എൻ്റെ ആങ്ങളുടെ മോൻ വന്നേരം അന്നേ അവൻ പറിക്കാൻ നായാട്ടാണ്. അപ്പൊ പിന്നെ നമ്മളെന്തായാലും പറിക്കുക. ഓന് കൊണ്ടോ കൊടുക്കുമോ തിന്നിട്ടുള്ള അഭിപ്രായം നിങ്ങളെ കാണിച്ചു തരണം കേട്ടോ. ഇനി അങ്ങൂലേ മാമിന്റെ ഫോണിനെടുത്ത് ഇതിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരും കേട്ടോ. അത് ഓൻ എന്താ പറയുന്നതെന്നുള്ള കഴിച്ചിട്ട് അപ്പം നമ്മൾ പറിച്ചെടുക്കല്ലേ. ഞാൻ പറിക്കാനോ പറ്റൂ. അപ്പോൾ എൻ്റെ മക്കളെ ഇതിങ്ങനെ പറിക്കുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ. നമ്മളൊരു സാധനം നട്ടിട്ട് അയിമന്ന് ഇങ്ങനെ പറിച്ചെടുക്കുക എന്ന് വെച്ചാൽ ഒരു വല്ലാത്ത പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മൾ പെണ്ണുങ്ങളാണ് വിചാരിച്ചിട്ട് നമുക്കൊന്നും ഇതൊന്നും നടക്കൂല എന്നൊന്നും വിചാരിക്കേണ്ട. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ വണ്ണൊന്ന് കാണിച്ചു കൊടുക്കും. പത്ത് ഇതിൻ്റെ മെരടിൻ്റെ വണ്ണം ഇത് കണ്ടോ. ഇത് ഇതുപോലെ ലെയർ ചെയ്ത് എടുത്ത് കൊണ്ടുവന്ന കേട്ടോ. ഇതിൻ്റെ കമ്പുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കൊറിയർ ചാർജ് നിങ്ങൾ തരണം. കമ്പ് ഫ്രീ ആയിട്ട് അയച്ചു തരും. കമ്പ് കുത്തിയാൽ ഉണ്ടാവുമോ എന്നുള്ളത് 10 മണിന്റെ ഓക്കെ. എന്നാ ആയിക്കോട്ടെ, എന്നാ അത് കഴിയട്ടെ. ഇതിന്റെ വീഡിയോ ഞങ്ങൾ ചെയ്യാം. എന്നിട്ട് മാത്രം മെസ്സേജ് ഇട്ടാൽ മതി. ഒന്ന് കഴിയുന്നതിന് മുമ്പ് കമന്റ് ചെയ്യേണ്ടി. പിന്നെ വേണ്ടിയോലാണെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോസ് കാണണം, കമന്റ് ഇടണം, ഷെയർ ചെയ്യും വേണം. എന്താ വെച്ചാൽ ഈ വീഡിയോ ഞാൻ എന്നാ ചെയ്യാന്നുള്ളത് നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടാലല്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഉള്ളത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഞാൻ ഇത് തിന്നുന്നതിലേക്ക് ബായ്. അപ്പോൾ ഇതൊന്ന് സൂം ചെയ്ത് കാണിച്ചിക്കോ. അപ്പോൾ എന്താണ് കേട്ടോ ഇന്നത്തെ പൂക്കൾ. 10 മണിയല്ല 8 മണി പൂക്കളാണ്. പിന്നെ അതുകൊണ്ട് 10 മണീൻ്റെ ഇല വന്നിട്ട് 8 മണീൻ്റെ പൂക്കൾ വരുന്ന അതും ഉണ്ട് കേട്ടോ. പിന്നെ നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ്. നല്ല ഇതാ ഈ ഒരു ഓറഞ്ച് കളറൊക്കെ വന്നിട്ട് ഇതുപോലെ നിറയെ പൂക്കളുണ്ടാവും കേട്ടോ ഇതിലും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 10 മണീൻ്റെ ഇല വന്നിട്ട് 8 മണീൻ്റെ പൂക്കൾ വന്നിട്ടുള്ള ചെടി. ഇതൊക്കെ വൈകുന്നേരം വരെ വാടാണ്ട് നിൽക്കും കേട്ടോ. നമ്മളെ 10 മണിയൊക്കെ ആണെങ്കിൽ ഒരു ഉച്ച കഴിയുമ്പോഴേക്ക് വാടിപ്പോവും. പക്ഷേ ഇത് അങ്ങനെ വാടൂല കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. പിന്നെ നിറയെ പൂക്കൾ ഇതാ കണ്ടില്ലേ, നിറയെ പൂക്കളുണ്ടാവും. പിന്നെ ഇന്ന് 10 മണിയിൽ പൂക്കൾ കുറവാണ് കേട്ടോ. 10 മണിയിൽ വളരെ കുറച്ച് പൂക്കളായിരുന്നു. കണ്ടില്ലേ, അതിന് ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഒക്കെ വാടിപ്പോയി. ഞാൻ പറഞ്ഞില്ല നേരത്തെ ഉച്ച കഴിയുമ്പോഴേക്ക് 10 മണി വാടും. പക്ഷേ 8 മണി അങ്ങനെ വാടൂല. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.